10 മണി മുതലുള്ള നിർത്താതെ കരച്ചിലിന് ശേഷം 12 മണിയായപ്പോഴേക്കും ഒരു വിധത്തിൽ തറയിൽ കിടക്കാനായിട്ടുണ്ട് ആൾ. കുറച്ച് നേരം അങ്ങ് കിടന്ന് കളിച്ചു. ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ശരിയാണ്, ഇതേ കക്കിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് കിടക്കുന്നു. രാത്രി ഉറങ്ങിയില്ലെങ്കിലും ഇങ്ങനെ ഒന്ന് കളിച്ച് കിടന്നാൽ ഭയങ്കര സമാധാനമാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഉറങ്ങാൻ പറ്റില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. പക്ഷേ നിർത്താതെയുള്ള കരച്ചിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഒന്ന് ചിണുങ്ങിയതിന് ശേഷം അങ്ങ് നോക്കുവാണ്, ഞാൻ ഉറങ്ങണോ കരയണോ, അമ്മേനെ ഉറക്കമൊഴിച്ചിരുത്തണോ അതോ ഞാനങ്ങ് ഉറങ്ങിയാലോ എന്ന ആലോചനയിലാണ് ആൾ. ഇത്രയും നേരം നിർത്താതെ കരച്ചതിന് ശേഷം ഒരു കളി തുടങ്ങിയത് ഇപ്പോഴാണ്. കളിച്ചുകൊണ്ട് കിടക്കുമ്പോൾ നല്ല രസമാണ് കുട്ടികളെ നോക്കിയിരിക്കാനായിട്ട്. നമുക്ക് ഉറക്കം വരുന്നുണ്ടാവും, നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എന്നാൽ പോലും അവരുടെ കളി കണ്ടിരിക്കുമ്പോൾ എന്തോ രസമാണെന്നറിയോ. എത്ര നേരം വേണമെങ്കിലും മോളുടെ കളി നോക്കിയിരിക്കാൻ എനിക്ക് പറ്റും. ഉറക്കം ഉണ്ട്, പക്ഷേ കളി അതിനെക്കാട്ടും രസമാണല്ലോ. അപ്പം നമുക്കങ്ങ് നോക്കിയിരിക്കാം. അങ്ങനെയാണ് ഇന്നത്തെ രാത്രി. അത് കഴിഞ്ഞ് സമയം 12:25. തനിക്ക് ഉറങ്ങാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? 10 മണി തൊട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. 10 മണിക്ക് തുടങ്ങിയ കരച്ചിൽ 11:50 വരെ കണ്ടിന്യൂ ചെയ്തു. 12 ആയപ്പോൾ ഏകദേശം ഒന്ന് സെറ്റിലായി. അപ്പം ഞാൻ വിചാരിച്ച് ഉറങ്ങുമെന്ന്. അപ്പോൾ 12 ആയപ്പോൾ ദൈവം സഹായിച്ച് തറയിൽ കിടക്കുന്നുണ്ട്, കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം 12:25 കഴിഞ്ഞ് 12:30 കൊച്ചുവിന് ഉറങ്ങാൻ ഒരു പ്ലാനും ഇല്ല. ചിണുങ്ങിക്കരയുന്നു, കളിക്കുന്നു, ഇടയ്ക്കെന്തോ ഇറിറ്റേഷനുണ്ട്. എല്ലാം കൂടെ കൊച്ചു ഇന്ന് എൻ്റെ രാത്രി കാളരാത്രിയാക്കുമെന്നാണ് തോന്നണം. അല്ലേ കൊച്ചു? കൊച്ചു വാവോ വാവോ വാവോ. അയ്യോ, കരയല്ലേ. വാവോ വാവോ. ഏകദേശം 1 മണിയോടടുത്ത് 12:45 ഒരാൾ ഒരു വിധത്തിൽ സെറ്റിലായിട്ടുണ്ട്. ഇതൊരു പൂച്ച ഉറക്കമാണ്. എത്ര നേരത്തേക്കാണെന്നറിയില്ല, നോക്കാം നമുക്ക്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ കുട്ടി വളരെ ആക്റ്റീവായി വീണ്ടും എണീറ്റ് കരയാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് കുട്ടിയുടെ ഉറക്കം. കൊച്ചു ബാ ഒന്നുകൂടെ ഉറങ്ങാൻ നോക്കാം. ബാ. ഈ കുട്ടി ഉറങ്ങുമെന്ന് വിചാരിച്ച് വെറുതെ ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇരുട്ടത്തെടുത്തതാ. ഉറങ്ങിയെന്ന് വിചാരിച്ച് എവിടെ, അങ്ങനെ എണീറ്റു. 1 മണിയായിട്ടും ഞങ്ങൾക്ക് ഉറങ്ങാൻ യാതൊരു പ്ലാനും ഇല്ല. ബേബി ഉറങ്ങുമോ നോക്കട്ടെ എന്നാണ് തോന്നണം. നോക്കാം. റൗണ്ട് 2 ഞങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കുമെന്നറിയത്തില്ല, നടന്നാലും എത്ര നേരം കിടക്കുമെന്നും അറിയത്തില്ല. നോക്കാം, ലെറ്റ്സ് സീ. ഫൈനലി 1 മണിയോടടുത്ത് എൻ്റെ മോള് ഒരു വിധത്തിൽ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആൾ ഒരു വിധത്തിൽ ഉറങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് മിട്ടു ഈസ് ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് ഹെർ. മിട്ടു അവളെ നോക്കിക്കോളൂ. ഇതാണ് ഞങ്ങളുടെ മിട്ടു. മിട്ടുവിൻ്റെ അടുത്ത് അങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് ബേബി. നല്ല ഉറക്കാൻ തോന്നുന്നു. ഇവിടെ കിടത്തിയിട്ടും എണീറ്റില്ലെങ്കിൽ ഇനി എണീക്കാൻ ചാൻസ് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പതിയെ ഞാൻ കൊണ്ട് കട്ടിലെ കിടത്താൻ നോക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും എണീറ്റാൽ ഈ സ്ട്രഗിൾസ് എല്ലാം വെറുതെ ആയിപ്പോവും. എണീക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ഫീഡിനെ എണീക്കുള്ളെന്ന് വിശ്വസിച്ച് നമുക്ക് അവളെ കിടത്താൻ നോക്കാം. അണ്ടിൽ ദെൻ ബൈ. ഈ സ്ട്രഗിൾസിൻ്റെ അടക്കാൻ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, എൻ്റെ മോളൂട്ടിനെ ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. റോംബോസൊക്കെ ഇട്ട്, മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഉടുപ്പൊക്കെ ഇട്ട്, അമ്മ വാങ്ങിയ അഡ്വഞ്ചർ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് എൻ്റെ മോള് കിടക്കുന്നത്. നല്ല കുട്ടിയായിട്ട് ഉറങ്ങുന്നുണ്ട്. എത്ര നേരത്തേക്കാണെന്ന് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും നല്ല കുട്ടിയായിട്ട് ഉറങ്ങുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. വാ കൂടാതെ കരയുന്നതിനേക്കാൾ എന്ത് ഭംഗിയാണ് ഉറങ്ങുമ്പോൾ കാണാൻ. അപ്പം മോളൂട്ടി ഉറങ്ങട്ടെ കേട്ടോ. അടുത്ത ഫീഡിനെ കാണുന്നവരേക്കും ബൈ. മിട്ടു ടേക്ക് കെയർ ഓഫ് ഹെർ. മിട്ടു ഇവിടെ നിന്ന് ടേക്ക് കെയർ ഓഫ് ചെയ്യണ്ട. ഞാൻ ബെഡ്റൂമിലേക്ക് കൊണ്ട് കിടത്തി നോക്കട്ടെ മിട്ടു. ഒരു രക്ഷയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെയും വരാം. ഓക്കെ.
അങ്ങനെ 1:10 ഞങ്ങൾ ഏകദേശം സെറ്റിലായി. നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ചാർജും തീരാറായി. അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. ഓക്കെ, ബൈ. റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയതും അവൾ ചിണുങ്ങി എണീക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ഫീഡിനുള്ള സമയം ആയിട്ടില്ലെങ്കിൽ പോലും അരമണിക്കൂർ മുമ്പ് കുഞ്ഞ് എണീക്കാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെ ചിണുങ്ങി അങ്ങനെ അവൾ കണ്ണു തുറന്നു. ഫീഡ് ചെയ്തപ്പോൾ ഉറങ്ങിയെങ്കിലും ബർപ്പിങ് മുഖ്യം വീക്കില്ലേ. ബർപ്പ് ചെയ്യാതെ കിടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്യാസ് കയറും, കുട്ടികൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാകും. അതുകൊണ്ട് ബർപ്പ് ചെയ്യാതെ കിടത്താനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. സോ കുഞ്ഞ് ഇത്ര ഡിസ്റ്റർബായിട്ട് പോലും ഞാൻ വളരെ കഷ്ടപ്പെട്ട ആളെ എടുത്ത് ബർപ്പ് ചെയ്യിപ്പിച്ച് ഗ്യാസ് കളയിപ്പിച്ചു. ഗ്യാസ് കളഞ്ഞ് പിന്നെയാണ് എനിക്ക് സമാധാനമായിട്ട് അവളെ കിടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിധത്തിൽ ഗ്യാസ് എല്ലാം കളഞ്ഞ് സെറ്റിലായി. നമ്മൾ ഏകദേശം 1:45 ഉറങ്ങി. 10 മണിക്ക് തുടങ്ങിയ സ്ട്രഗിൾ ഒരു 1:45 സെറ്റിലായി. ആളൊന്ന് കിടന്ന് നല്ല കുട്ടിയായിട്ട് ഉറങ്ങുന്നത്. എത്ര നേരത്തേക്കാണെന്ന് അറിയില്ല, എന്നാലും കിടക്കാം.